നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റിൽ ഏറ്റവും കുറച്ച് ദിവസം എത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ ആ പേര് നരേന്ദ്രമോദി എന്നാണ്. ഈ മന്ത്രിസഭയ്ക്ക് തൊട്ട് മുൻപുള്ള മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയിട്ടുള്ള ദിവസങ്ങൾ നോക്കിയാൽ 100% ഹാജർ നിലയാണ്. അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റിൽ വരും. അതിനു മുൻപ് AB വാജ്പേയി നോക്കൂ, BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നു AB വാജ്പേയി, NDAയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം വരും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ വാജ്പേയി എല്ലാ ദിവസവും ഏതൊക്കെ ദിവസം പാർലമെന്റ് സമ്മേളനമുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ വരും. അതിനു മുൻപുള്ള ഓരോ പ്രധാനമന്ത്രിമാരുടെ കാലത്തെടുത്തു നോക്കൂ, പാർലമെന്റ് സംവിധാനത്തോട് വലിയ വിശ്വാസം പുലർത്തുകയും പാർലമെന്റിൽ എന്നും വരിക, പാർലമെന്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കുക. കാരണം പാർലമെന്റ് അംഗങ്ങൾ പറയുന്നത് ആരുടെ ശബ്ദമാണ്? ജനങ്ങളുടെ ശബ്ദമാണ്. നേതാക്കൾ സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ ശബ്ദമാണ് പാർലമെന്റിൽ ഉയരുന്നത്. രാജ്യത്തിന്റെ ശബ്ദം, അതായത് ഇന്ത്യയുടെ പല മേഖലകളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ അവർ പാർലമെന്റിൽ വന്നുകൊണ്ട് ആ രാജ്യത്തെ, ആ പ്രദേശത്തെ ശബ്ദമാണ് ഉയർത്തുന്നത്. ആ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്, പ്രാഥമിക ഉത്തരവാദിത്തമാണ്. പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി, അതറിയാവോ? അതായത് ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം ഒരു വർഷം ചുരുങ്ങിയത് 75 മുതൽ 100 ദിവസം വരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ദിവസം ഉണ്ടെന്നറിയോ? 55 ദിവസത്തിൽ താഴെയാണ് ഒരു വർഷം പാർലമെന്റ് സമ്മേളനം നടക്കുന്നത്. അതായത് ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനമാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പാർലമെന്റ് സമ്മേളനമാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ചർച്ചയില്ലാതെ നിയമം പാസ്സാക്കുകയാണ്. ഒരു ചർച്ചയുമില്ല. ഒരു നിയമം കൊണ്ടുവരുന്നു, പാസ്സാക്കുന്നു, നിയമം കൊണ്ടുവരുന്നു, പാസ്സാക്കുന്നു. അവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ട, പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കേൾക്കേണ്ട, വിയോജിപ്പ് കേൾക്കേണ്ട, വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട, അതിനൊന്നും അനുമതിയില്ല. ഭരണഘടനാ ഭേദഗതി മാത്രം ഇപ്പോൾ പാസ്സാക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തെ പിളർത്തിയെങ്കിലും ഞങ്ങൾ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കും. അതാണ് ഇപ്പോഴത്തെ നയം. അപ്പോൾ പ്രധാനമന്ത്രി ഇല്ല സഭയിൽ, പ്രധാനമന്ത്രിയില്ല. അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത്, പ്രധാനമന്ത്രി സഭയിലില്ല. അപ്പോൾ ഞങ്ങൾ എവിടെ പോയി ചോദിക്കും? അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഗാന്ധി സ്മൃതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് പ്രതിഷേധിക്കുന്ന ഇന്ത്യ മുന്നണി MP മാർ പറയുന്നു.